അത്തച്ചമ്മകളുടെ നാട് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ. മലയാളിയുടെ ഓണാഘോഷം ആരംഭിക്കുന്നത് തന്നെ ഈ നാട്ടിൽ നിന്നാണ്. ഈ പുണ്യഭൂമിയിൽ നിന്നാവട്ടെ നമ്മുടെ ഓപ്പൺ കിച്ചൻ്റെ യാത്രയുടെ തുടക്കം. നമ്മളിപ്പോൾ എറണാകുളത്ത് തൃപ്പൂണിത്തുറയിലുള്ള അക്ഷയ കാറ്ററിങ്ങിൻ്റെ മുൻപിലാണ്. അകത്താണെങ്കിൽ ഓണസദ്യക്കുള്ള നല്ല കിടിലൻ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എന്തായാലും എന്നെ സ്വീകരിക്കാനായിട്ട് രാജേഷ് അയ്യർ എത്തിയിട്ടുണ്ട്. രാജേഷ്, അകത്ത് സെറ്റപ്പ് അല്ലേ? തുടങ്ങിയാലോ? നിങ്ങളും വാന്നേ, വാ. അകത്ത് ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ ഷൂ ഇടുകയാണ്. പാലട നമ്മൾ കഴിക്കുമ്പം ഈ ഇലകളൊന്നും കാണുന്നില്ലെങ്കിലും ഈ പാലട വരുന്ന ഒരു വഴിയാണിത്. ആടെ ഇങ്ങനെ വീണ്ടും അദ്ദേഹം അണിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാൻ ഒരാളെ പരിചയപ്പെട്ട ഇത് കൃഷ്ണൻ ചേട്ടൻ, അദ്ദേഹത്തിന് കിച്ചൺ എന്ന് വിളിക്കുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടം അല്ലേ? അതെ. ഇങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ കിച്ചൺ ചേട്ടാ. ഈ അടയാണിത്. ഞങ്ങൾ നേരെ തിളയ്ക്കുന്ന ചെമ്പിൽ വെള്ളത്തിൽ കൊണ്ടേ ഇടും. ഈ അട വേവുമ്പോൾ ഒരു 3-4 മണിക്കൂർ നന്നവണ്ണം ഇത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തണുപ്പിച്ചെടുക്കണം. തണുപ്പിച്ചെടുത്ത് നമ്മൾ ഈ ഇല ഇങ്ങനെ എടുക്കുമ്പോൾ റബ്ബർ ഷീറ്റ് വരുന്ന മാതിരി സെപ്പറേറ്റ് ആയിട്ട് ഒരു വല ഇത് മാത്രം വലയിൽ കഴുകിയെടുത്ത് വലയിലിട്ട് പ്രസ് ചെയ്ത് ചെറിയ ഷേപ്പ് വരുന്നതാണ്. പ്രസ് ചെയ്തെടുക്കും. പിന്നെ പാല് കുറുക്കി അതിലേക്ക് മറിച്ച് തിളപ്പിച്ച് ഇതാക്കി. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഞാൻ ഇത് തന്നെ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ ഇങ്ങനെ വളമ്പാനും എന്തിനുമൊക്കെ പോയി ഈ ഫീൽഡിൽ തന്നെയാണ്. പിന്നെ ഞങ്ങളെല്ലാ തൊഴിലാളികളും ഒരു 10-40 പേരുണ്ട് ഇപ്പോൾ ഇവിടെ. എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒന്ന് പോകും, ഒരു 3-4 മണിക്കൂർ റെസ്റ്റ് എടുക്കും. 2 മണിന്ന് പറഞ്ഞാൽ ഒരു ടൈം വെക്കും ഞങ്ങൾ. ആ ടൈമിൽ ഞങ്ങൾ ജോലിയുടെ തിരക്കനുസരിച്ച് ടൈം വെച്ചിട്ട് ഇപ്പോൾ നാളെ 2 മണിക്കായിരിക്കും. ഇപ്പോൾ 2 മണിക്ക് ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ഒരുമാതിരി എല്ലാം തീരും, ജോലികളെല്ലാം തീരും, എല്ലാം റെഡിയാവും. എല്ലാവരെയും കൂട്ടായ്മയാണ് ഞങ്ങളുടെ വിജയവും ഇതും. പ്രത്യേകിച്ച് സ്വാമിയുടെ ഒരു ഇതും. സ്വാമിയുടെ വെറുതെ ഇരുന്നാൽ സ്വാമിയെ പോലെ ക്ഷമയുള്ള ഒരാളെയും കാണില്ല ലോകം. ഇത്ര 40 പേരെ ഒരേ ഇതിൽ തന്നെ കൊണ്ടുപോകണമെങ്കിൽ സ്വാമിയുടെ ക്ഷമ എത്രയായിരിക്കും. എന്തായാലും കുറച്ചു നേരമായി നമ്മൾ സ്വാമിയെ പറ്റി കേട്ടു തുടങ്ങിയിട്ട്. എന്തായാലും നമുക്ക് അടുത്തതിന് സ്വാമിനെ പരിചയപ്പെടാം. നമ്മളിപ്പോൾ അക്ഷയ കാറ്ററിങ്ങിൻ്റെ സാരഥിയോടൊപ്പമാണ് കൃഷ്ണയ്യർ സ്വാമി. എല്ലാവരും സ്വാമി എന്ന് വിളിക്കും. സ്വാമി, ശരിക്ക് ഞാൻ വന്ന വഴി കുറേയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടു. മൊത്തത്തിലൊരു ഉത്സവ പ്രതീതി, അതായത് തൃശ്ശൂർ പൂരത്തിലൊക്കെ പോയ പോലെ നമ്മളങ്ങ് ത്രില്ലടിക്കും ശരിക്ക് ഇവിടുത്തെ ആക്ടിവിറ്റീസ് കണ്ടത്. എന്താണ് ഇതിൻ്റെ ഒരു സീക്രട്ട്? സീക്രട്ട് ഞങ്ങളുടെ കോർഡിനേഷൻ, സ്റ്റാഫിൻ്റെ കോർഡിനേഷൻ, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എത്ര വർഷമായിട്ടുണ്ട് ഇപ്പം ഈ ഒരു കാറ്ററിംഗ് ഫീൽഡിലേക്ക് വന്നിട്ട്? 20 വർഷം. ഏകദേശം ഇപ്പോൾ സ്വാമിയുടെ കൈകൊണ്ട് അല്ലെങ്കിൽ സ്വാമിയുടെ ഒരു യൂണിറ്റിൽ നിന്ന് ഇപ്പോൾ ഏകദേശം എത്ര പേര് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും ഈ ഒരു 20 വർഷം കൊണ്ട്? ഇങ്ങനെ 20 വർഷം കൊണ്ട് എങ്ങനെ ഒരു കോടി ജനങ്ങൾക്ക് മുകളിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. 20 വർഷം മുമ്പ്, ഈ 20 വർഷം കൊണ്ട് യാതൊരു തർക്കമില്ലാതെ കഴിച്ചിട്ടുമുണ്ട്. ഈ ഒരു പ്രൊഫഷണൽ സ്റ്റൈല് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്? സദ്യക്ക് വിളമ്പുന്ന ഇല തരുന്ന ഒരു വ്യക്തി. ഞാൻ 20 വർഷം മുമ്പ് തുടങ്ങിയപ്പോൾ എന്ന് അദ്ദേഹം ഇല തന്നു തുടങ്ങിയോ ഇന്നും അദ്ദേഹം തന്നെയാണ് ഇല തന്നത്. ഇതേവരെ ഞങ്ങൾ പുറത്തുനിന്ന് ഒരു ഇല പോലും വേറൊരു വ്യക്തിയുടെ നിന്ന് മേടിക്കേണ്ടി വന്നിട്ടില്ല. അത്രത്തോളം വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് പുത്തൻകുരിശുള്ള മത്തായി എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹമാണ് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ നല്ലൊരു പങ്ക്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഇതിൽ എത്താൻ കാരണം തന്നെ അതൊരു വലിയൊരു ഭാഗമാണത്. പിന്നെ ഏത് പച്ചക്കറി ആയാലും ശരി, പച്ചക്കറി ഞങ്ങൾ മേടിക്കുന്ന ഒരു വാസുദേവ കമ്പത്ത് പറഞ്ഞിട്ട് അദ്ദേഹത്തിനാണ്. അദ്ദേഹമാണ് ഞാൻ തുടങ്ങിയപ്പോൾ തൊട്ടും. അതിന് ശേഷം ധാരാളം ആൾക്കാർ എൻ്റെ അടുത്ത് അതിൽ വില കുറച്ച് തരാമെന്ന് പറഞ്ഞെല്ലാം ധാരാളം ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ബുദ്ധിമുട്ടിയിരുന്ന സമയത്ത് അദ്ദേഹമാണ് എന്നെ സഹായിക്കാനും. ഒരു മാസം കഴിഞ്ഞോ 2 മാസം കഴിഞ്ഞ് ഞാൻ ഉള്ള കാശ് കൊണ്ട് കൊടുത്താൽ പോലും അത് മതിയെന്ന് പറഞ്ഞ് ഇതാക്കി. ഇപ്പോൾ നമുക്ക് അതിനുള്ള അങ്ങനെ ഇപ്പോൾ റെഡി ക്യാഷ് കൊടുത്ത് മേടിക്കാനുള്ള ഇതുണ്ടെങ്കിലും പക്ഷേ അദ്ദേഹം എന്ന് നിർത്തുന്നോ അന്ന് നമ്മൾ ഇത് യുവജനോത്സവങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം യുവജനോത്സവമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഹൈലി റിസ്കി അല്ലേ ശരിക്കും യുവജനോത്സവം ചെയ്യുന്നത്? അവിടെ റിസ്ക് അല്ല, അവിടെ വളരെയധികം ഭയങ്കര സംതൃപ്തിയായിരിക്കും.
പക്ഷെ നമുക്ക് ഇത്രയും കുട്ടികൾക്കും അവർക്കെല്ലാം നമുക്ക് നല്ല ഭക്ഷണം കൊടുക്കാനുള്ള ഒരു വേദി നമുക്ക് അവിടെ കിട്ടി. നമുക്കൊരു അവസരമാണ് അവസരമാണത്. അത് സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടൊന്നുമല്ല. 3 വർഷം അടുപ്പിച്ച് 3 വർഷം. അതെ. ഇതുപോലെ ഞാൻ ഇവിടുത്തെ സ്റ്റാഫിനോട് ഇപ്പം സാററിയാതെ തന്നെ, അങ്ങനെ ചെയ്യാൻ പാടില്ലാന്ന് തോന്നുന്നു, എന്നാലും സാററിയാതെ സ്വാമി അറിയാതെ ഞാൻ സംസാരിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ, സാധാരണ ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ആൾ ബോസായിരിക്കും. ഇവിടെ ബോസല്ല. ഇവിടെ സ്റ്റാഫിന് സ്വാമി ഒരു വലിയേട്ടനോ ഒരു മുതിർന്ന കാരണവരോ ഒക്കെയാണ്. എങ്ങനെയാണ് ആ ഒരു സ്ഥാനം സ്റ്റാഫിനിടയ്ക്ക് വന്ന് കിട്ടിയത്? എൻ്റെ മകൻ ഒരു വയസ്സുള്ളപ്പോഴത്തേക്കും സൈക്കിളിൽ നിന്ന് വീണ് എല്ല് പൊട്ടി. അന്ന് ഞാൻ പാചകം ഞാൻ പോയിക്കൊണ്ടിരുന്ന എൻ്റെ ഒരു സ്വാമിന്ന് തന്നെ പറയാം, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെയാണ് കാര്യം, എനിക്കിങ്ങനെ ഹോസ്പിറ്റലിൽ പോകാനാണ് കാശ് വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഇന്ന് ഞാൻ കാശ് തരില്ല, എന്ന് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച പൈസ കൊടുക്കാൻ പറ്റില്ല. ചൊവ്വാഴ്ച പൈസ തരില്ല. പിറ്റേ ദിവസം ബുധനാഴ്ച വന്നോ, എന്നാ തന്നെ വന്നാലും നിനക്ക് ആ 13 രൂപ 50 പൈസ ഞാൻ തരാം, ഇല്ലാണ്ട് അതിൽ കൂടുതൽ 5 പൈസ ഞാൻ തരില്ല അദ്ദേഹം പറഞ്ഞു. പിന്നെ അതേപോലെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും ദൂര സ്ഥലങ്ങളിലെല്ലാം പണിക്ക് പോകുമ്പോൾ, പണ്ട് കാലത്തൊക്കെ ആയാലും ഇപ്പോൾ ഏതെങ്കിലും വീടുകളിലായിരിക്കും, അല്ലെങ്കിൽ എവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ചെല്ലുന്ന സ്ഥലത്ത് ചിലപ്പോൾ വണ്ടിക്കാശ് ആ 2 രൂപ 50 പൈസയോ അല്ലെങ്കിൽ 2 രൂപ 14 പൈസയോ ഇതൊക്കെ ആയിരിക്കും തരിക. ചിലപ്പോൾ 5-6 മണിക്കൂർ യാത്ര ചെയ്ത് പോകണമെങ്കിലും ശരി, ഒരു ഗ്ലാസ് ചായ വെള്ളം കുടിക്കാനുള്ള കാശോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ വേണമെന്ന് പോലും ചോദിക്കാൻ പാടില്ല. ആരും ഇല്ല, ചോദിച്ചാലും തരൂല്ല, തരാറുമില്ല. അപ്പോൾ അങ്ങനൊരു ആ അനുഭവമാണ് എനിക്ക്. അങ്ങനെ ഒരു ഇത് പാടില്ല. എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് എന്താവശ്യം വന്നാലും എന്നെക്കൊണ്ട് പറ്റാവുന്നത് ചെയ്തു കൊടുക്കണം എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാനൊരു ഇങ്ങനൊരു ഇതിലെത്തിയത്. സ്വാമിയുടെ ഒരു നെക്സ്റ്റ് അംബീഷൻ എന്താണ്? എനിക്ക് വയസ്സിപ്പോൾ 53 ഇനിയിപ്പോൾ നാളെയോ മറ്റാളോ എന്നാലും എനിക്ക് എന്ത് സംഭവിച്ചാലും ഈ സ്ഥാപനം ഇതേപോലെ തന്നെ നിലനിൽക്കണം. അത് ഇവർക്ക് എല്ലാവർക്കും ഉള്ളതാണ്, സ്റ്റാഫിനുള്ളതാണ്. അപ്പോൾ അവരത് കൊണ്ടേ നടന്ന് ഞാൻ എൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണമെന്നുണ്ടെങ്കിൽ അവരത് നല്ല രീതിയിൽ ഈ സ്ഥാപനം ഇതേപോലെ നിലനിർത്തിക്കൊണ്ട് എത്ര ദശാബ്ദക്കാലം കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും കൊണ്ടുപോകണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇനി അടുത്ത ഘട്ടം എപ്പോഴാണ് ആരംഭിക്കുക? അടുത്ത ഘട്ടമാണ് രാവിലെ 2 മണിക്ക്. 2 മണിക്ക്? 2 മണിക്ക് ഉറക്കെ പോയി. ഇനി രാവിലെ 2 മണിക്ക് ഞാൻ വരണ്ടേ? മൊത്തം എത്ര കൂട്ടം കറി ഉണ്ടാവും? മൊത്തം എല്ലാ വെള്ളം അടക്കം അങ്ങനെ നോക്കുകയാണെങ്കിൽ 21. ഏകദേശം നാളെ എത്ര പേർക്കുള്ള സദ്യ ഉണ്ടാവും? ഒരു 3500 ഇത്രയും പേർക്കുള്ള ഉണ്ടാവും. അപ്പം നമുക്ക് വെളുപ്പിന് 2 മണിക്ക് വീണ്ടും പാക്കലാം.